Good morning. Today going to talk about customer relationship management model. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മോഡൽ. ദ നീഡ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് മെനി മാനേജേഴ്സ് ടു ഫോക്കസ് ഓൺ ദോസ് കസ്റ്റമേഴ്സ് ഹു ഡെലിവർ ലോങ് ടേം പ്രോഫിറ്റ് ചേഞ്ച് ഹൗ മാർക്കറ്റേഴ്സ് വ്യൂ ദ വേൾഡ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലോങ് ടേം ആയിട്ട് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കുക. ട്രഡീഷണലി അത് ചെയ്തിരുന്നത് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക, പരിചയപ്പെടുക, അവരെ നമ്മൾ നേടുക എന്നുള്ളത് അർത്ഥത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിനെ, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, ഒപ്പം തന്നെ കറൻ്റ്ലി കോമ്പറ്റേറ്റേഴ്സിൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുക എന്നാണ്. ബെസ്റ്റ് കസ്റ്റമേഴ്സ്, അതിലുള്ള ബെസ്റ്റ് കസ്റ്റമേഴ്സിനെ ആണെങ്കിൽ അവരെ അക്വിസിഷൻ ചെയ്യുക, അതായത് അവരെ നമ്മുടെ കമ്പനിയുടെ കസ്റ്റമറാക്കി മാറ്റുക, റിട്ടൻഷൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മോഡലിൻ്റെ ഉദ്ദേശം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതിന് അക്വിസിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ക്രിയേറ്റിംഗ് കസ്റ്റമർ ഡാറ്റാബേസ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റ നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രക്ചറിലാണ് നമ്മൾ കസ്റ്റമറുടെ എല്ലാ ഇൻഫോർമേഷൻസും ഫയൽ ചെയ്യും. അതിൽ നിന്ന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ഇൻഫോർമേഷൻസൊക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റാബേസിൽ എന്തൊക്കെയാണ് കളക്ട് ചെയ്ത് വയ്ക്കുക. ഒന്ന്, ട്രാൻസാക്ഷൻ. ദിസ് ഷുഡ് ബി ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർച്ചേസ് ഹിസ്റ്ററി വിത്ത് അക്കമ്പനിങ് ഡീറ്റെയിൽസ്. പ്രൈസ് എത്ര പെയ്ഡ്, ഡെലിവറി ഡേറ്റ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഓഫർ പ്രൈസുകൾ, കാര്യങ്ങളൊക്കെ നമ്മളതിന് ഇൻക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, കസ്റ്റമർ കോൺടാക്ട്സ്. പിന്നെ അവരുടെ നമ്പറുകൾ, പരിചയമുള്ള ആൾക്കാരുടെ നമ്പറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ കീപ്പ് ചെയ്ത് വയ്ക്കും. ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ ഫോർ സെഗ്മെൻറ്റേഷൻ ആൻഡ് അതർ ഡാറ്റ അനാലിസിസ്. അതായത് അവരെന്തൊക്കെ പർച്ചേസ് ചെയ്ത്, എത്ര രൂപയുടെ സാധനമാണ്, ഏതൊക്കെയാണ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റെസ്പോൺസ് ടു മാർക്കറ്റ് സ്റ്റിമുലി. ദെൻ കമ്പൈൻഡ് വെദർ ഓർ നോട്ട് കസ്റ്റമർ റെസ്പോണ്ട് ടു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്. അതായത് പാർട്ട് ഓഫ് ഇൻഫോർമേഷൻ ഫയൽ എങ്ങനെയാണ്, ആരാണ് ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് അവർ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഇനി അനലൈസിങ് ദ ഡാറ്റ. ദെൻ കസ്റ്റമർ ഡാറ്റാബേസ് ഹാവ് ബി അനലൈസ്ഡ് വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡിഫൈൻ കസ്റ്റമർ സെഗ്മെൻറ്റ്. കസ്റ്റമറിനെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ദ വെറൈറ്റി ഓഫ് മൾട്ടി വാരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ക്ലസ്റ്റർ ചെയ്യാനുണ്ട്, ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ബിഹേവിയർ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളെ നമ്മൾ സെഗ്മെൻ്റായിട്ട് തിരിക്കുന്നു. ആ സെഗ്മെൻ്റായിട്ട് തിരിച്ച ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓഫറുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ടേക്കിംഗ് ദ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ഫോമിംഗ് ഗ്രൂപ്പ്സ് ഓഫ് സെഗ്മെൻറ്റ് പർസ്യൂസ് എ മാർക്കറ്റ് എഫേർട്ട് ടുവാർഡ്സ് ദ ആവറേജ് കസ്റ്റമർ ഇൻ ഗ്രൂപ്പ്. അതിൽ ഒരു ആവറേജ് കസ്റ്റമേഴ്സിൻ്റെ ഗ്രൂപ്പിനനുസരിച്ച് നമ്മൾ മെസ്സേജുകൾ, ഓഫറുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചില കേസുകൾ 1-to-1 മാർക്കറ്റിംഗ്, നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ലൈഫ് ടൈം കസ്റ്റമർ വാല്യൂ LCV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലൈഫ് ടൈം കസ്റ്റമർ വാല്യൂ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രോഫിറ്റബിലിറ്റിയും ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ദ പാസ് പ്രോഫിറ്റ് കസ്റ്റമർ ഹാസ് ടു പ്രൊഡ്യൂസ് ഫോർ ദ ഫേം സം ഓഫ് ദ മാർജിൻ ഓഫ് ദ പ്രോഫിറ്റ് പ്രൊഡക്റ്റ് പർച്ചേസ്ഡ് ഓവർ ടൈം. പിന്നീട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ പാറ്റേൺ എന്താണ്, അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. LCV is calculated by adding forecast for major parameters of discounting bank. ഈ ലൈഫ് ടൈം കസ്റ്റമർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അത് ചെയ്യുന്നത്. ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസ്ഡ്, ക്രോസ് സെല്ലിങ്. നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തു, ക്രോസ് സെല്ലിങ്. നമ്മൾ അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അതായത് ഇന്ന പ്രൊഡക്റ്റ് വാങ്ങാനാണ് അവർ വന്നിട്ടുള്ളത്, പക്ഷെ അവർ അതല്ല വാങ്ങിയത്, അതും വാങ്ങി വേറെ ഏതെങ്കിലും അതിനോടനുസരിച്ച് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൂടി വാങ്ങി. ഇൻക്രീസിങ് പ്രൈസ് പെയ്ഡ്, ചാർജിങ് ഹയർ പ്രൈസസ്, റെഡ്യൂസിങ് പ്രൈസസ്, എങ്ങനെയൊക്കെയാണ് പ്രൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റെഡ്യൂസിങ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഇത് പിന്നീട് ഒരു കസ്റ്റമറെ കണ്ടെത്തുന്നതിന് കോസ്റ്റ് കുറയ്ക്കുന്നു. അതായത് വീണ്ടും അഡ്വർടൈസ്മെൻറ്റോ പിന്നെ അവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അവർ ഓൾറെഡി നമ്മുടെ കസ്റ്റമർ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടോ ആമസോണിലോ ഓൺലൈൻ സൈറ്റുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ചെയ്ത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ പിന്നെ അവരെ ചേർക്കാനുള്ള കോസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അവർ സ്ഥിരമായിട്ട് നമ്മുടെ ഇത് ഇങ്ങനെ ഒരു 3-4 തവണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ നിന്ന് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന കസ്റ്റമർ സെലക്ഷൻ. ഇനി കസ്റ്റമറെ സെലക്ട് ചെയ്യണം. കൺസെപ്റ്റ് വിച്ച് കസ്റ്റമേഴ്സ് ടു ടാർഗറ്റ് വിത്ത് ഫോൺ മാർക്കറ്റിംഗ് പ്രോഗ്രാം. പുതിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഏതൊക്കെ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ആറ് ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇഫ് ദ സെഗ്മെൻറ്റ് ടൈപ്പ് അനാലിസിസ് പെർഫോംഡ് പർച്ചേസിംഗ് ഓർ റിലേറ്റഡ് ബിഹേവിയർ.
മോസ്റ്റ് സെഗ്മെൻറ്റ് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, പർച്ചേസിങ് പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ കൂടുതൽ വാങ്ങുന്നത്. Then promotion or other purchase inducing tactical decisions. Customers in heaviest purchasing segment already high the raise of the implies the പർച്ചേസിങ് ആണായിരിക്കും. അതായത് ഏതാണ്ട് അതേ ടൈപ്പുള്ള അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് പിന്നീട് വീണ്ടും അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ടയറിൽ എന്ത് ചെയ്യുക, അട്രാക്റ്റീവ് ആക്കാനുള്ള വഴി. അതായത് ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റുള്ള ആൾക്കാരാണ്, ആ ഏജിലുള്ള ആൾക്കാർ വാങ്ങുമ്പോൾ അവരുടെ ഏജിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് അവർ പിന്നീട് വാങ്ങുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാങ്ങുന്ന ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ, ആ ബിഹേവിയർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ റിട്ടേൺ. അതുവഴിയാണ് അത് കസ്റ്റമർ ലൈഫ് ടൈം, കസ്റ്റമർ വാല്യൂ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് വാങ്ങുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ, ആഡുകൾ കൂടുതൽ നമ്മളിലേക്ക് വരും. പിന്നെ നമ്മൾ ഓഫറുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ വാങ്ങുമ്പോഴാണ് നമുക്ക് ഓഫർ, ചിലവർക്കാണ് ചില ഓഫറുകൾ കിട്ടുള്ളൂ. അത് ആ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവർക്കാണ് ആ ഓഫറുകൾ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫെഡറൽ എക്സ്പ്രസ് ഇതിൽ തന്നിട്ടുള്ള 2-3 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഹോട്ട് ടവൽ അതൊരു പ്രൊഡക്റ്റാണ്, ഒരു നമ്മൾ പറയും ഗിഫ്റ്റ് കൊടുക്കണു എന്നുള്ളത് പറയുന്നത്. അത് എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. ഇവിടെ നമ്മൾ ഹോട്ട് ടവലാണ് അവർ ഗിഫ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കസ്റ്റമറുടെ അതെല്ലാവർക്കും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യുന്നതിന് അപ്പായിട്ടുള്ളത്, അതിൽ ഡൗൺ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അതിനേക്കാൾ കൂടിയ റേഞ്ചും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് അതിലും താഴ്ന്നു പോകാൻ വേറൊരു ഇതെന്നൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനും കുറഞ്ഞ റേറ്റിന് ചിലപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലതൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ആ റേറ്റിൽ തന്നെയാണ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. അതായത് കസ്റ്റമറെ ഒരു ബിഹേവിയർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതനുസരിച്ച് ഓരോരുത്തരുടെയും കാറ്റഗറി അനുസരിച്ച് അവർ ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി ഇതിൽ മെയിൻ പോയിൻറ്റ്സുകൾ 3 പോയിൻ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ഓഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക്